തോട്ടിൽ ഈ നെഗറ്റീവ് തോട്ടിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കാമെന്നാണ് ഈ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം വെയിറ്റ് കുറയ്ക്കുന്നവരോടാണ് നമ്മളിങ്ങനെ പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ച് ഈ വെയിറ്റിലെത്തിയതിന് എൻ്റെ ദൈവത്തിന് നന്ദി എന്നാണ് നമ്മൾ പറഞ്ഞ് ശീലിപ്പിക്കേണ്ടത് മനസ്സിൽ. അല്ലാണ്ട് നമ്മൾ ഫുള്ള് ഫുഡ് വേണ്ട എന്ന് വെച്ച് നമ്മളൊരു വലിയ വെയിറ്റ് ലോസ് വരുത്തിയാലും ഇച്ചിരി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനുഷ്യനെല്ലാം ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ്. തക്കേന്ന് നമ്മൾ ആ ഫുഡിലോട്ട് കയറും, വെയിറ്റ് കുറഞ്ഞതിൻ്റെ ഇരട്ടിയായിട്ട് കൂടും, നമുക്കില്ലാത്ത അസുഖങ്ങൾ വരും, ബോഡി എപ്പോഴും ഹെൽത്തായിട്ടിരിക്കില്ല. അതിന് നല്ല നല്ല ഫുഡുകൾ കുറച്ച് കഴിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ സന്തോഷമായിട്ട് വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാം. ഇതൊക്കെ നിങ്ങളൊരു ലിസ്റ്റായിട്ട് തയ്യാറാക്കി വെക്കുക. നന്ദി പറയുക, നമ്മുടെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക, അത് കഴിഞ്ഞ് താങ്ക്സ് പറഞ്ഞു, പിന്നെ നമ്മൾ ക്ഷമ പറയുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ട് വരും. നിങ്ങളല്ലാതെ നല്ലൊരു ഭംഗിയും നല്ല സന്തോഷമുള്ള ഒരാളായി മാറും. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കെങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കുറച്ച് വിഷനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത്. പിന്നെ അതോടൊപ്പം നമുക്ക് എന്തുണ്ടായാലും എല്ലാവർക്കും പോസിറ്റീവ് ആകുന്ന രീതിയിൽ അതിന് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കും. എല്ലാ ഡയറ്റും പൂർണ്ണമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടായാലും അതിനൊരു ഫലം ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് നമ്മുടെ പ്രയറും നമ്മുടെ മെൻഷൻ ചെയ്യുന്ന പോസിറ്റീവ് തിങ്സും. അപ്പം എല്ലാത്തിനും ഒരു നല്ല പ്രയോറിറ്റി, നല്ല ചിന്തകളോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭയങ്കര ടക്കെന്ന് വിജയമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിനുള്ള കുറേ ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കറക്റ്റ് ചെയ്തത്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് വരുന്ന നെഗറ്റീവ് തോട്ടായിരിക്കും. തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുന്നതായിട്ടൊരു ഫീലിംഗ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാവരോടും നല്ല സന്തോഷത്തോടെ തിരിച്ച് സംസാരിക്കാൻ പറ്റും. ആരോടും നമുക്കൊരു കുറ്റം പറയണമെന്ന് തോന്നുന്നില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും കറക്റ്റായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് ചിന്തിക്കാം, എനിക്ക് 60 കിലോ വെയിറ്റ് വേണം, അല്ലെങ്കിൽ ഞാൻ 80 കിലോയിൽ നിന്ന് പെട്ടെന്ന് 65-ലെത്തണം. പക്ഷേ നമ്മൾ എത്തുന്നതിനും എല്ലാവരും താമസമുണ്ട്, നമ്മുടെ ഡയറ്റുണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷേ അതോടൊപ്പം നമ്മുടെ മനസ്സിൽ ഒരു ദിവസം വെയിറ്റ് വ്യത്യാസം നമ്മൾ ചിന്തിക്കും, അയ്യോ ഇന്ന് എനിക്ക് വെയിറ്റ് കൂടി. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് വെയിറ്റ് എപ്പോഴും മെഷർ ചെയ്യേണ്ട എന്ന്. പക്ഷേ എല്ലാവർക്കും രാവിലെ വെയിറ്റ് വയ്ക്കില്ല തൃപ്തിയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് വേണ്ടി ഒരു ലിസ്റ്റ് നമ്മൾ എഴുതി തയ്യാറാക്കുക. ആദ്യം വേണ്ടത്, നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എന്ത് വേണം നിങ്ങൾ ചിന്തിക്കുക, വെയിറ്റ് കുറയുക. വെയിറ്റ് കുറഞ്ഞു കഴിയുമ്പം നമുക്ക് ആരോഗ്യം വേണം, അതിനായിട്ടുള്ളൊരു ഭംഗി വേണം. ചിലർക്ക് സ്കിൻ ചുളിയും, ചിലർക്ക് തലമുടി പൊഴിയും. അതൊന്നും ഇല്ലാണ്ട് വെയിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് പറയണം, എങ്ങനെ എഴുതണം, ഇത്രേ ഉള്ളൂ. നമുക്ക് തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്യാം. ഞാൻ 65 കിലോ വെയിറ്റിലെത്തിയിരിക്കുന്നു, നല്ല ഭംഗിയായിട്ട് തന്നെ എനിക്ക് എൻ്റെ വെയിറ്റ് കുറയാൻ സാധിച്ചു, പിന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നല്ല തലമുടിയുണ്ട്. അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതുമെല്ലാം മെൻഷൻ ചെയ്തിട്ട് നമ്മളെപ്പോഴും ഒരു താങ്ക്സ് പറയാം. എന്തിനും താങ്ക്സ് പറയുന്നൊരു ശീലം ഉണ്ടാക്കുക. ഇത് നമ്മൾ പല പ്രാവശ്യം നമ്മളിത് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ മനസ്സിൽ ഉറക്കുകയാണ്, നമ്മൾ 65 കിലോ വെയിറ്റുള്ള ഒരാളാണ്, നല്ല ഭംഗിയിലുള്ള ഒരാളാണ്, നല്ല ഹെൽത്തുണ്ട്. എനിക്ക് എന്തിനാണോ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയത് അതെനിക്ക് നടന്ന് കിട്ടിയെന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദൈവമുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജിയാണ്. ആ ദൈവത്തിനോട് നമ്മൾ ഒരു നന്ദി പറയുന്നു. അതോടൊപ്പം നമുക്ക് പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാവാൻ ആരൊക്കെയാണ് കാരണക്കാർ, അച്ഛനമ്മയുണ്ട്, പിന്നെ നമുക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മളെടുക്കുന്ന ശ്വാസം പോലും നമുക്ക് പ്രകൃതി തരുന്ന കാര്യങ്ങൾ, വെള്ളം, വെയിൽ. ഇപ്പം നമുക്ക് നന്നായിട്ട് രാവിലെ വെയിലടിച്ചില്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവും. അപ്പം നമ്മളതെല്ലാം സൂര്യൻ നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കിട്ടിയത് നമുക്ക് എപ്പോഴും അച്ഛനമ്മമാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്കൊരു നന്ദി പറയുക. അതോടൊപ്പം നമ്മൾ ഗുരുക്കന്മാർക്ക് നന്ദി പറയുക, പ്രപഞ്ചശക്തികൾക്ക് നന്ദി പറയുക. അങ്ങനെയെല്ലാം നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. പിന്നെ അതോടൊപ്പം നമുക്ക് എന്തുണ്ടായാലും എല്ലാവർക്കും പോസിറ്റീവ് ആകുന്ന രീതിയിൽ അതിന് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പം നമുക്ക് ഒരു തെറ്റ് നമ്മളായിട്ട് ചെയ്തല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് പറയണം, എല്ലാ തെറ്റുകളും എല്ലാവരോടും ക്ഷമിക്കുന്ന ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ കൊണ്ട് നമുക്ക് എല്ലാവരോടും നല്ല സന്തോഷത്തോടെ തിരിച്ച് സംസാരിക്കാൻ പറ്റും. ആരോടും നമുക്കൊരു കുറ്റം പറയണമെന്ന് തോന്നുന്നില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും കറക്റ്റായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാക്കുക. ആദ്യമേ ഉണ്ടാക്കേണ്ടത് നമ്മളൊരു ലിസ്റ്റാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കേണ്ടത്. ഇപ്പം വെയിറ്റിൻ്റെ തന്നെ കാര്യമല്ല, നമുക്കൊരു കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വീട് വേണം. നമുക്കൊരു വീടാണെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കണം, നമുക്ക് ആ വീട് ഈ സ്ഥലത്ത്, ഇത്ര സെൻറ്റ് സ്ഥലത്ത്, ഇങ്ങനെ ലക്കും പോസിറ്റീവുമായിട്ടുള്ള ഒരു വീട് കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാൻ അത് നടത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ നിങ്ങളുടെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യാം. പിന്നെ നമുക്കൊരു ബിസിനസ് വേണം, ആ ബിസിനസ് എവിടെ വേണമെന്ന് എന്തും നമ്മൾ ദൈവത്തിനോട് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തമ്പുരാൻ അത് എളുപ്പത്തിൽ നമുക്ക് നടത്തി തരും. പോസിറ്റീവായ കാര്യങ്ങളാണിത്, നടന്നിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ നിങ്ങൾ ഇപ്പം എല്ലാം ഒരു കാര്യം കൃത്യതയോടുകൂടി നടത്താനായിട്ട് നോക്കുക, കൃത്യതയോടുകൂടി. അപ്പം നമുക്കൊരു കാര്യം പറയാം, എനിക്ക് ഫുഡ് കഴിക്കണം എന്ന് പറയുന്നതിലും നല്ലത് എനിക്ക് ഇവിടെ നിന്ന് ഈ ഫുഡ് കഴിച്ചു
എന്ന് പറയുന്നതിലായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. അല്ല ഞാൻ ഡയറ്റ് എടുക്കും എന്നല്ല പറയേണ്ടത്, ഞാൻ ഈ രീതിയിലുള്ള ഡയറ്റ്. അപ്പോൾ ഡയറ്റ് ചാർട്ട് പോലും നമ്മളെങ്ങനെ നല്ല കറക്റ്റായിട്ട് വെച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതുപോലെയാണ് നമ്മുടെ പ്രയറും നമ്മുടെ മെൻഷൻ ചെയ്യുന്ന പോസിറ്റീവ് തിങ്സും. അപ്പം എല്ലാത്തിനും ഒരു നല്ല പ്രയോറിറ്റി, നല്ല ചിന്തകളോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭയങ്കര ടക്ക് വിജയമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിനുള്ള കുറേ ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് ഞാനൊരു ഫിറ്റ്നസ്സിനോട് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ എന്ത് കാര്യങ്ങളും ഈ വെയിറ്റ് ലോസിന് ഇടപെടുത്തി പറയണത്. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്നോട് ഇടപെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ്സിൻ്റെ കാര്യം എല്ലാത്തിനും ഫസ്റ്റ് എടുത്തിടുന്നത്, വേറൊന്നും കൊണ്ടല്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം വെയിറ്റ് കൂട്ടണമെങ്കിലും ഇങ്ങനെ തന്നെ, വെയിറ്റ് കുറയ്ക്കണമെങ്കിലും ഇങ്ങനെ തന്നെ. അപ്പം താങ്ക് യു.